Mukul Vasnik ji, Mulapalli Ramachandran ji, Ramesh Chanithala ji, K.C. Venugopal ji, Sanal ji, our candidates, Shashi Tharoor ji, Adur Prakash ji, leaders on the dais, party workers from the Congress party and from the UDF, friends from the media, brothers and sisters, ladies and gentlemen, I'd like to welcome all of you here this evening. വേദിയിലിരിക്കുന്ന പാർട്ടിയുടെ ഏറ്റവും മുതിർന്ന നേതാക്കളെ, യുഡിഎഫിന്റെ സ്ഥാനാർത്ഥികളെ, അതുപോലെ തന്നെ കോൺഗ്രസിന്റെയും ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരെ, മാധ്യമ മേഖലയിൽ നിന്ന് എത്തിയിട്ടുള്ള സുഹൃത്തുക്കളെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നിങ്ങളെ എല്ലാവരെയും സ്നേഹത്തോടു കൂടി ഞാൻ ഇവിടേക്ക് സ്വാഗതം ചെയ്യുന്നു. The 2019 election is an ideological fight between two visions of our country. 2019 പൊതു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഭാരതത്തിന് വേണ്ടിയുള്ള രണ്ട് വ്യത്യസ്തമായ ആശയങ്ങൾ തമ്മിലുള്ള ആശയധാരകൾ തമ്മിലുള്ള ശക്തമായ ഒരു പോരാട്ടമാണ്. On one hand, you have the Congress UDF view of the country, and on the other you have the RSS BJP view. ഒരു വശത്ത് കോൺഗ്രസും യുഡിഎഫും ഐക്യജനാധിപത്യ മുന്നണിയും പ്രതിനിധാനം ചെയ്യുന്ന ഈ രാജ്യത്തെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ട്. മറുവശത്ത് ബിജെപിയും ആർഎസ്എസും പ്രതിനിധാനം ചെയ്യുന്ന ഈ രാജ്യത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്, ഇത് തമ്മിലുള്ള പോരാട്ടമാണ് ഇവിടെ നടക്കുന്നത്. The Congress party believes that India should be run by the voice of India's people. കോൺഗ്രസ് പാർട്ടി വിശ്വസിക്കുന്നത് ഈ രാജ്യം മുൻപോട്ട് കൊണ്ടുപോകേണ്ടത്, ഈ രാജ്യം മുൻപോട്ട് കൊണ്ടുപോകുന്നത് ഈ രാജ്യത്തെ ജനങ്ങളുടെ ശബ്ദമാണ് എന്നാണ് കോൺഗ്രസ് പാർട്ടി വിശ്വസിക്കുന്നത്. Different expressions, different opinions, different ideas, different philosophies should come together to run this country. പല വ്യത്യസ്തമായ ആശയപ്രകാശനങ്ങൾ, വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ, വ്യത്യസ്തമായ ചിന്തകൾ, വ്യത്യസ്തമായ തത്വശാസ്ത്രങ്ങൾ, ഇതെല്ലാം കൂടി ഒരുമിച്ച് കൊണ്ടുവന്നായിരിക്കണം ഈ രാജ്യം മുൻപോട്ട് കൊണ്ടുപോകേണ്ടത്. We respect all our languages, all our cultures, all our histories. ഞങ്ങൾ ഈ രാജ്യത്തെ എല്ലാ ഭാഷകളെ, എല്ലാ സംസ്കാരങ്ങളെയും, എല്ലാ ചരിത്രങ്ങളെയും ബഹുമാനിക്കുന്നു. And we don't want to impose one ideology on top of this great country. ഈ മഹത്തായ രാജ്യത്തിന് മുകളിൽ ഒരാശയ സംഹിത, ഒരു ചിന്ത ഒരിക്കലും അടിച്ചേൽപ്പിക്കാൻ കോൺഗ്രസ് ആഗ്രഹിക്കുന്നില്ല. ആർഎസ്എസും ബിജെപിയും ഉണ്ട്. അവർ ഒരേ ഒരാശയം ഈ മഹത്തായ രാജ്യത്തിന്റെ മേൽ അടിച്ചേൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. They do not care about the different perspectives, about the different languages, about the different systems, different ideas. ആശയ സംഹിതകൾ, സംസ്കാരങ്ങൾ, ഭാഷകൾ, ചിന്തകൾ, ഇതിനെപ്പറ്റിയൊന്നും അവർക്ക് യാതൊരു പരിഗണനയുമില്ല. അവർക്ക് ഈ രാജ്യത്ത് ഒരേ ഒരാശയം ഈ ഭാരതത്തെ നയിക്കണമെന്ന് മാത്രമാണ് അവർ ആഗ്രഹിക്കുന്നത്. And nobody can impose one idea on top of this great country. It is too complicated, too powerful to have one idea imposed on it. ഇത്ര വളരെ സങ്കീർണമായ, വളരെ ശക്തമായ, മഹത്തായ ഒരു രാജ്യത്തിന് മുൻപിൽ ഒരാൾക്കും ഒറ്റ ആശയ സംഹിത ഒരിക്കലും അടിച്ചേൽപ്പിക്കാൻ സാധിക്കില്ല. അത്ര മഹത്തായ ശക്തിയുള്ള രാജ്യമാണ് നമ്മുടെ ഭാരതം. We say, let different ideas bloom in this country. ഞങ്ങൾ പറയുന്നത് എന്താണ്? ഈ രാജ്യത്തെ വ്യത്യസ്തങ്ങളായ നിരവധി ആശയങ്ങൾ വളർന്നു വളർന്നു വരട്ടെ. അതാണ് കോൺഗ്രസ് പറയുന്നത്. We say, let us discuss and debate our differences. ഞങ്ങൾ പറയുന്നത് നമ്മൾക്ക് തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായും. ആ അഭിപ്രായ വ്യത്യാസങ്ങളെ പറ്റി നമ്മൾ ചർച്ച ചെയ്യുക, അതിനെപ്പറ്റി സംവാദം ചെയ്യുക. ഇങ്ങനെ ഒരു ആശയ സംഹിതയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുൻപോട്ട് വെക്കുന്നത്. We say, believe in our own ideas but respect the ideas of others. ഞങ്ങൾ പറയുന്നത് നമ്മുടെ ആശയങ്ങളിൽ വിശ്വസിക്കുക, അതേസമയം തന്നെ നമ്മുടെ ആശയങ്ങളിൽ വിയോജിപ്പുള്ള മറ്റുള്ളവരുടെ ആശയങ്ങളെ ബഹുമാനിക്കുക. They say, crush other ideas. പക്ഷെ അവർ പറയുന്നത് എന്താണോ? നമ്മളിൽ നിന്ന് വ്യത്യസ്തമായ മറ്റെല്ലാ ആശയങ്ങളെയും അടിച്ചമർത്തുക. ഇതാണ് ബിജെപി ആർഎസ്എസ് പറയുന്നത്. The Prime Minister says, Congress Mukt Bharat. പ്രധാനമന്ത്രി പറയുന്നത് കോൺഗ്രസ് മുക്ത ഭാരതം എന്നാണ്. You will never hear a Congress leader say a similar thing. പക്ഷേ നിങ്ങൾ ഒരിക്കലും ഒരു കോൺഗ്രസ് നേതാവ് ഇതുപോലെ പ്രധാനമന്ത്രി കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറഞ്ഞതുപോലെ ഒരു കോൺഗ്രസ് നേതാവ് പറയുന്നത് നിങ്ങൾ ഒരിക്കലും കേൾക്കുകയില്ല. We don't want to destroy or eliminate anybody. ഞങ്ങൾക്ക് ആരെയും നശിപ്പിക്കണമെന്നും ഈ രാജ്യത്ത് ആരെയും ഇല്ലാതാക്കണമെന്നും ഞങ്ങൾ ഒരിക്കലും ആഗ്രഹിക്കുകയില്ല. We will fight the BJP and the RSS, but we will do so with love and affection, and we will defeat them with love and affection. ഞങ്ങൾ ആർഎസ്എസിനെയും ബിജെപിയെയും
ബിജെപിക്കെതിരെയും പോരാടും, ശക്തമായി പോരാടും, അവരെ ഞങ്ങൾ പരാജയപ്പെടുത്തും. പക്ഷേ ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നത് സ്നേഹത്തോടെയും കരുണയോടും കൂടിയായിരിക്കും. Because we understand deeply that hatred hurts India. കാരണം ഞങ്ങൾക്ക് ആഴത്തിൽ മനസ്സിലാകുന്നു, വെറുപ്പും വിദ്വേഷവും നോവിപ്പിക്കുന്നതും ഇല്ലാതാക്കുന്നതും ഈ ഭാരതത്തെയാണെന്ന് ഞങ്ങൾ ആഴത്തിൽ മനസ്സിലാക്കുന്നു. Division hurts India, anger hurts India. വിഭജനം വേദനിപ്പിക്കുന്നത് ഭാരതത്തെയാണ്, കോപം ദ്വേഷം വേദനിപ്പിക്കുന്നത് ഭാരതത്തെയാണ്. ഈ വസ്തുത ആഴത്തിൽ കോൺഗ്രസ് പാർട്ടി മനസ്സിലാക്കുന്നു. Love strengthens India, unity strengthens India, togetherness strengthens India. സ്നേഹം ഭാരതത്തെ ശക്തമാക്കുന്നു, ഐക്യം ഭാരതത്തെ ശക്തമാക്കുന്നു, ഒത്തൊരുമ ഭാരതത്തെ ശക്തമാക്കുന്നു. ഇത് കോൺഗ്രസ് പാർട്ടി ആഴത്തിൽ മനസ്സിലാക്കുന്നു. Now you've seen the BJP government for 5 years. നിങ്ങൾ ബിജെപി ഗവൺമെന്റിനെ കഴിഞ്ഞ 5 കാലമായി നിങ്ങൾ ബിജെപി ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. Many people supported the BJP. പലരും ബിജെപി ഗവൺമെന്റിനെ പിന്തുണ നൽകുകയുണ്ടായി. And the nara was अच्छे दिन आएंगे. എന്തായിരുന്നു അവരുടെ മുദ്രാവാക്യം? പലരും ബിജെപിയെ പിന്തുണച്ചതിന് കാരണം എന്തായിരുന്നു? അച്ഛാ ദിൻ, അതായത് നല്ല ദിവസങ്ങൾ ഒരിക്കൽ വരും. Good days will come. അതായത് നല്ല ദിവസങ്ങൾ വരും. And I'd like to ask you, today we have the highest unemployment in 45 years. ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് ഭാരതത്തിൽ 45 വർഷങ്ങളിലെ ഏറ്റവും വലിയ തൊഴിലില്ലായ്മ നിരക്കാണ് ഇന്ന് ഭാരതത്തിലുള്ളത്. The highest suicide rate of farmers that we have ever had. ഭാരതത്തിൽ ഇന്ന് നടക്കുന്നത് കർഷകരുടെ കാര്യത്തിൽ ഏറ്റവും വലിയ കർഷക ആത്മഹത്യയുടെ നിരക്ക് ഇന്ന് ഭാരതത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. Small and medium businesses set up has failed. അദ്ദേഹം ഉണ്ടാക്കിയ കമ്പനികൾ ഓരോന്നായി പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്കാണ് 30,000 കോടി രൂപ റാഫേൽ ഡീൽ വഴി ലഭിച്ചത്. His brother had to pay his debts to keep him out of jail. അദ്ദേഹത്തെ ജയിലിൽ പോകാതെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിന്റെ സഹോദരന് അദ്ദേഹത്തിന്റെ കടങ്ങൾ തീർക്കേണ്ടി വന്നു. But for some reason he was given the biggest defense contract in the world. പക്ഷേ എന്തോ കാരണം കൊണ്ട് അദ്ദേഹത്തിന് ഈ ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിരോധ ഉടമ്പടിയാണ് നൽകിയത്. I ask you, what was his qualification? ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഇത്രയും വലിയ ഒരു പ്രതിരോധ ഉടമ്പടി കിട്ടുവാൻ അദ്ദേഹത്തിന്റെ യോഗ്യത എന്തായിരുന്നു? I can tell you that the HAL, a government company, built aircraft for 70 years. ഞാൻ നിങ്ങളോട് കൃത്യമായി പറയാൻ എനിക്ക് സാധിക്കും, HAL, ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡ് 70 വർഷങ്ങളായി ഭാരതത്തിൽ വിമാനങ്ങൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന കമ്പനിയാണ്. I can tell you that the aircraft that bombed Balakot was maintained by the HAL. ബാലക്കോട്ടിൽ വ്യോമാക്രമണം നടത്തിയ വിമാനങ്ങൾ നിർമ്മിച്ചതും അവ പരിപാലിച്ചു കൊണ്ടുപോരുന്നതും അവയുടെ മെയിൻ്റനൻസ് നടത്തിയതും HAL ആണെന്ന് എനിക്ക് നിങ്ങളോട് കൃത്യമായി പറയാൻ സാധിക്കും. But for some reason the largest defense contract in the world was taken away from HAL and handed to this gentleman. പക്ഷേ എന്തോ കാരണങ്ങൾ കൊണ്ട് ഈ രാജ്യത്തെ ഈ ലോകത്തെ ഏറ്റവും വലിയ പ്രതിരോധ ഉടമ്പടി HAL നിന്ന് എടുത്തു മാറ്റി അനിൽ അംബാനി എന്ന് പറഞ്ഞ ഒരിക്കൽ പോലും വിമാനം ഉണ്ടാക്കാത്ത ഒരു മനുഷ്യനാണ് നൽകിയത്. 526 crore aircraft was bought for 1600 crores. 526 കോടി രൂപ തുക വരുന്ന വിമാനം വാങ്ങിച്ചത് 1600 കോടി രൂപയ്ക്ക്. The president of France says to the press that he met the Prime Minister of India and the Prime Minister of India made it very clear to him, the contract has to go to Anil Ambani. India will pay 1600 crores for a 526 crore aircraft, and the aircraft will not be made in India, it will be made in France.
ഫ്രാൻസിന്റെ പ്രസിഡന്റ് മാധ്യമങ്ങളോട് പറഞ്ഞു, ഇന്ത്യയുടെ പ്രധാനമന്ത്രി അദ്ദേഹത്തെ കണ്ട് നേരിട്ട് സംസാരിച്ചു. 526 കോടി രൂപ വരുന്ന വിമാനങ്ങൾ ഞങ്ങൾ 1600 കോടി രൂപയ്ക്ക് വാങ്ങും. ഈ ഉടമ്പടി അനിൽ അംബാനിക്ക് കൊടുക്കും. അതുപോലെ വിമാനങ്ങൾ ഉണ്ടാക്കുന്നത് ഇന്ത്യയിലല്ല, മറിച്ച് ഫ്രാൻസിലായിരിക്കണം എന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി നേരിട്ട് ഫ്രാൻസിന്റെ പ്രസിഡന്റിനോട് പറഞ്ഞതായി അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. Defense Ministry papers clearly say that Mr. Narendra Modi was negotiating directly with the French, bypassing the entire negotiating team of the Air Force. പ്രതിരോധ മന്ത്രാലയത്തിന്റെ രേഖകൾ വ്യക്തമാക്കുന്നു, നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിരോധ മന്ത്രാലയത്തിന്റെ കൂടിയാലോചനകളുടെ എല്ലാ സംവിധാനങ്ങളെയും മറികടന്നുകൊണ്ട് ഫ്രാൻസുമായിട്ട് റഫേൽ ഡീലിന് വേണ്ടി നേരിട്ട് കൂടിയാലോചനകളിൽ ഇടപെടുകയായിരുന്നു എന്ന് പ്രതിരോധ മന്ത്രാലയത്തിന്റെ രേഖകൾ വ്യക്തമാക്കുന്നു. I asked these questions to Mr. Narendra Modi in Parliament. ഞാൻ ഈ ചോദ്യങ്ങൾ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് പാർലമെന്റിൽ ചോദിക്കുകയുണ്ടായി. He spent 1.5 hours answering me, but didn't mention the word Rafael, didn't mention the name Anil Ambani. അദ്ദേഹം 1.5 മണിക്കൂർ എന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞുകൊണ്ട് പാർലമെന്റിൽ സംസാരിച്ചു. പക്ഷെ ഒരിക്കൽ പോലും അദ്ദേഹം റാഫേൽ എന്ന വാക്കോ അനിൽ അംബാനി എന്ന പേരോ ആ 1.5 മണിക്കൂറത്തെ സംഭാഷണത്തിൽ ഒരിക്കൽ പോലും അദ്ദേഹം ഉച്ചരിച്ചില്ല. The old Nara was Achhe Din Aayenge, the new Nara is Chaukidar Chor hai. പഴയ മുദ്രാവാക്യം എന്തായിരുന്നു? അച്ഛേ ദിൻ ആയെങ്കെ. എന്നാൽ ഇന്നത്തെ പുതിയ മുദ്രാവാക്യം ചൗക്കിദാർ ചോർ ഹേ. And who did the Chaukidar take money from? ഈ ചൗക്കിദാർ, അതായത് രാജ്യത്തിന്റെ കാവൽക്കാരൻ, ആരിൽ നിന്നാണ് ഈ പൈസ എടുത്തത്? 35,000 crores to Nirav Modi. 35,000 കോടി രൂപയാണ് നീരവ് മോദിക്ക് കൊടുത്തത്. Mehul Choksy 10,000 crores to Vijay Mallya. 10,000 കോടി രൂപയാണ് വിജയ് മാല്യയ്ക്ക് കൊടുത്തത്. Lalit Modi, അതുപോലെ ലളിത് മോദിയും 45,000 crores. Anil Ambani, 45,000 കോടി രൂപയാണ് അനിൽ അംബാനിയുടെ കടം. Where did all this money come from? ഈ പൈസയെല്ലാം എവിടെ നിന്നാണ് വന്നത്? It came from your pockets. ഇത് വന്നത് നിങ്ങളുടെ ഓരോരുത്തരുടെയും പോക്കറ്റിൽ നിന്നാണ്. It came from Notebandi, demonetization. നോട്ട് നിരോധനം എന്ന പ്രക്രിയയിലൂടെയാണ് ഇവർക്ക് കൊടുത്ത ഇത്രയും തുക നരേന്ദ്രമോദിക്ക് ലഭിച്ചത്. The people of Kerala were told, please stand in a line. We have to fight black money. പക്ഷേ നമ്മുടെ നാട്ടിലെ ജനങ്ങളോട്, കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞു, നിങ്ങൾ വരിവരിയായി ബാങ്കിന്റെ മുന്നിൽ ക്യൂ നിൽക്കൂ, കാരണം നമുക്ക് കള്ളപ്പണത്തെ എതിർക്കണം. The people of Kerala were told, I will give you 15 lakh rupees in your bank account. കേരളത്തിലെ ജനങ്ങളോട്, ഈ രാജ്യത്തെ മുഴുവനുള്ള ജനങ്ങളോട് പറഞ്ഞു, നിങ്ങളുടെ ഓരോരുത്തരുടെയും ബാങ്ക് അക്കൗണ്ടിൽ ഞാൻ 15 ലക്ഷം രൂപ നൽകും. All the honest people of Kerala stood in front of the banks. കേരളത്തിലെ സത്യസന്ധരായ എല്ലാ മനുഷ്യരും ഇത് വിശ്വസിച്ച് ബാങ്കുകളുടെ മുൻപിൽ ക്യൂ നിന്നു. I didn't see a single corrupt man standing in those lines. I saw farmers, I saw shopkeepers, I saw youngsters. I did not see Anil Ambani in that line. ഈ ബാങ്കിന് മുൻപിൽ വരിവരിയായി നിന്ന ആളുകളുടെ കൂട്ടത്തിൽ കർഷകരുണ്ടായിരുന്നു, ഇവിടുത്തെ യുവാക്കളുണ്ടായിരുന്നു, യുവജനങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഒരു അഴിമതിക്കാരനായ വ്യക്തിയെ പോലും ഞാൻ ആ ലൈനിൽ കണ്ടില്ല. അനിൽ അംബാനിയെ ഞാൻ ആ ക്യൂവിൽ കണ്ടില്ല. So money was taken out of your pocket. It was taken out of the Indian economy and handed to these people. യഥാർത്ഥത്തിൽ പൈസ നിങ്ങളുടെ ഓരോരുത്തരുടെയും പോക്കറ്റിൽ നിന്ന് എടുത്തു, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ നിന്ന് പൈസ എടുത്തു, എന്നിട്ട് ഈ മനുഷ്യർക്ക് കൊടുക്കുകയാണ് നരേന്ദ്രമോദി ചെയ്തത്. അനിൽ അംബാനിയെ പോലെയുള്ള മനുഷ്യർക്ക് ഈ പൈസ കൊടുക്കുകയാണ് നരേന്ദ്രമോദി ചെയ്തത്. And on top of the disaster of demonetization, you got Gabbar Singh tax. ഈ നോട്ട് നിരോധനം എന്ന വലിയ ദുരന്തത്തിന്റെ മേലെ അദ്ദേഹം മറ്റൊരു ദുരന്തം കൂടി തന്നു, GST അഥവാ ഗബ്ബർ സിംഗ് ടാക്സ്. 5 different taxes, 28% tax. 5 വ്യത്യസ്തമായ നികുതികൾ, 28% നികുതി. A complex tax system designed to destroy the lives of small and medium business. വളരെ സങ്കീർണമായ ഒരു നികുതി ഘടനയാണ് ഇത്. ഈ രാജ്യത്തെ ചെറുകിട തൊഴിലാളികളുടെയും വ്യാപാരികളുടെയും ജീവിതത്തെ നശിപ്പിക്കാൻ വേണ്ടി രൂപകൽപ്പന ചെയ്ത വളരെ സങ്കീർണമായ ഒരു ടാക്സ് നികുതി ഘടനയാണ് ചരക്കു സേവന നികുതി അഥവാ GST. Brothers and sisters, grave injustice has been done to the poor people of this country. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ രാജ്യത്തെ സാധാരണക്കാരുടെ മേൽ, ദരിദ്രരുടെ മേൽ വളരെ ഗുരുതരമായ അന്യായമാണ് ഇവിടെ കഴിഞ്ഞ 5 വർഷങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. Grave injustice has been done to the small and medium business owners. വളരെ ഗുരുതരമായ അന്യായമാണ് ചെറിയ വ്യവസായികളുടെ മേൽ, ചെറിയ കച്ചവടക്കാരുടെ മേൽ ഈ രാജ്യത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. To the fishermen. നമ്മുടെ നാട്ടിലെ മത്സ്യത്തൊഴിലാളികൾക്ക് മേൽ കടുത്ത അന്യായമാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. To the coir workers, to the handloom industry. നമ്മുടെ കൈത്തറി മേഖലയിൽ പണിയെടുക്കുന്നവർ, ഖനികളിൽ പണിയെടുക്കുന്നവർ, അവരെല്ലാം നമ്മുടെ രാജ്യത്തെ വളരെയധികം അന്യായം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്നുള്ളത്. And this injustice has to be corrected.
ഈ അന്യായം ഇത് പരിഹരിച്ചേ പറ്റൂ, ഇത് തിരുത്തിയേ പറ്റൂ. We cannot let injustice go unanswered. നമ്മുടെ രാജ്യത്ത് അന്യായവും അനീതിയും ചോദ്യം ചെയ്യപ്പെടാതെ ഉത്തരമില്ലാതെ തുടരാൻ ഞങ്ങൾക്ക് ഒരിക്കലും അനുവദിക്കാനാകില്ല. So 5 months ago, I called the Congress Party think tank. I called our best economists and I asked them a simple question. അതുകൊണ്ട് ഈ നമ്മുടെ രാജ്യത്ത് അന്യായം തുടരാൻ പാടില്ല എന്ന ചിന്തയുടെ അടിസ്ഥാനത്തിൽ 5 മാസങ്ങൾക്ക് മുൻപ് കോൺഗ്രസ് പാർട്ടിയിലെ സാമ്പത്തിക വിദഗ്ധരെയും ചിന്തിക്കുന്നവരുടെ കൂട്ടമായ ആളുകളെ ഞാൻ വിളിച്ച് അവരോട് ഒരു കാര്യം ചോദിച്ചു. I said Mr. Narendra Modi lied about giving 15 lakhs to every Indian. ഞാൻ അവരോട് പറഞ്ഞു, നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭാരതത്തിലെ ഓരോ പൗരനും 15 ലക്ഷം രൂപ കൊടുക്കാം എന്ന് നുണ പറഞ്ഞു. I asked them, if the Indian government decides to give money to the poorest people in this country, how much money can we give without damaging the economy? ഞാൻ അവരോട് ചോദിച്ചു, ഒരർത്ഥത്തിൽ ഇന്ത്യൻ ഗവൺമെന്റ് ഈ നാട്ടിലെ പാവപ്പെട്ടവർക്ക് പൈസ കൊടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ തകർക്കാതെ എത്ര പൈസ അവർക്ക് നേരിട്ട് കൊടുക്കാൻ സാധിക്കും എന്ന് വ്യക്തമായ ഒരു ഉത്തരം വേണമെന്ന് ഞാൻ അവരോട് ആവശ്യപ്പെട്ടു. I asked them to ask the best economists and give me an answer, and not a long complicated answer, not a theory, but a number. I wanted the number of rupees that we could put into the bank accounts of our poorest people. ഞാൻ അവരോട് പറഞ്ഞു, രാജ്യത്തെ ഈ ലോകത്തെ ഏറ്റവും മികച്ച സാമ്പത്തിക വിദഗ്ധരുമായി ചർച്ച ചെയ്ത ശേഷം എനിക്ക് കൃത്യമായ ഒരു നമ്പർ വേണം, കൃത്യമായ ഒരു സംഖ്യ വേണം. എനിക്ക് വലിയ തത്വശാസ്ത്രങ്ങളോ വലിയ സിദ്ധാന്തങ്ങളോ വലിയ സങ്കീർണമായ ഉത്തരങ്ങളോ വേണ്ട. പക്ഷേ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് എത്ര രൂപ അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കൊടുക്കാൻ പറ്റും എന്നൊരു കൃത്യമായ സംഖ്യ എനിക്ക് വേണം എന്ന് ഞാൻ അവരോട് ആവശ്യപ്പെട്ടു. A few days ago they came back to me. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അവർ എൻ്റെ അടുത്തേക്ക് ഒരു ഉത്തരവുമായി തിരിച്ചു വന്നു. And they wrote a number on a piece of paper. അവര് ഒരു കഷ്ണം കടലാസിൽ വ്യക്തമായി ആ സംഖ്യ എഴുതി. 72,000 rupees a year. ആ സംഖ്യയാണ് ഒരു വർഷം 72,000 രൂപ. 72,000 rupees a year. That's the amount of money the Indian government can give to every poor person. ഒരു വർഷം 72,000 രൂപ. അതാണ് ഇന്ത്യൻ ഗവൺമെന്റിന് ഈ രാജ്യത്തെ ഓരോ പാവപ്പെട്ട വ്യക്തിക്കും നൽകാൻ കഴിയുന്ന തുക. Mr. Modi promised 15 lakhs. It was a lie. The truth is 3,60,000 rupees every 5 years. നരേന്ദ്രമോദി നിങ്ങൾക്ക് വാഗ്ദാനം നൽകിയത് 15 ലക്ഷം രൂപ ഓരോ വ്യക്തിക്കും. പക്ഷേ അതൊരു വലിയ നുണയായിരുന്നു. സത്യം എന്താണ്? അതായത് 72,000 രൂപ നിങ്ങൾക്ക് തരാം, അതാണ് സത്യം. So as soon as we come to power in 2019, 20% of India's poorest people are going to get 72,000 rupees a year directly into their bank account. ഞങ്ങൾ 2019 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ഉടനെ ഭാരതത്തിലെ ഏറ്റവും പാവപ്പെട്ട 20% ജനങ്ങൾക്ക് 72,000 രൂപ ഒരു വർഷം അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭിക്കും. അതായത് 5 വർഷങ്ങൾ കൊണ്ട് 3,60,000 രൂപ. I'll put it a different way. 5 crore women, 25 crore people are going to get 3,60,000 rupees every 5 years. ഞാനത് മറ്റൊരു രീതിയിൽ പറയാം. അതായത് 5 കോടി സ്ത്രീകൾ, 25 കോടി ഈ രാജ്യത്തെ ദരിദ്രർ, അവർക്ക് 5 വർഷം കൊണ്ട് 3,60,000 രൂപയാണ് അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ലഭിക്കാൻ പോകുന്നത്. And I call it the Congress Party's surgical strike on poverty. ഞാൻ അതിനെ വിളിക്കുന്നത് ഈ രാജ്യത്തെ ദാരിദ്ര്യത്തിന് മേലുള്ള കോൺഗ്രസ് പാർട്ടിയുടെ മിന്നലാക്രമണം എന്നാണ്. But the idea is not just to put money into the bank accounts of poor people. പക്ഷേ ഇതിന് പിന്നിലുള്ള ആശയം രാജ്യത്തെ ദരിദ്രരായ ആളുകളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പൈസ നൽകുക എന്നത് മാത്രമല്ല ഇതിന് പിന്നിലെ ആശയം. That is just one part of the idea. ഈ ആശയത്തിന്റെ ഒരു ഭാഗം മാത്രമാണത്. I mentioned to you that Mr. Narendra Modi did demonetization, Gabbar Singh tax, and sucked the money out of the Indian economy. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞു, നോട്ട് നിരോധനം, ഗബ്ബർ സിംഗ് ടാക്സ് എന്നിവയിലൂടെ നരേന്ദ്രമോദി നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥയെ ഇല്ലാതാക്കുകയും അവിടുത്തെ ധനത്തെ ഇല്ലാതാക്കുകയും എടുത്തു മാറ്റുകയും ചെയ്തു. He gave thousands and thousands of crores to people like Anil Ambani who stole them from the banks. അനിൽ അംബാനിയെ പോലെയുള്ള ആളുകൾക്ക് കോടിക്കണക്കിന് പൈസയാണ് കൊടുത്തത്. ഈ പൈസ അവർ നമ്മുടെ ബാങ്കുകളിൽ നിന്ന് മോഷ്ടിച്ചെടുക്കുകയാണ് ചെയ്തത്. So India is actually facing a devastating crisis.
ഇന്ത്യ ശരിക്കും ഇന്ത്യൻ ഇക്കോണമിയെ നശിപ്പിക്കുന്ന അതിസങ്കീർണമായ രൂക്ഷമായ ഒരു പ്രതിസന്ധി നേരിടുകയാണ് ഈ കാലഘട്ടത്തിൽ. As money was taken out of your pockets, you stopped spending money. നിങ്ങളുടെ കയ്യിൽ നിന്ന് നോട്ട് നിരോധനത്തിലൂടെ പൈസ നിങ്ങളുടെ പോക്കറ്റുകളിൽ നിന്ന് എടുത്തപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചെലവാക്കാൻ പൈസ ഇല്ലാതായി. നിങ്ങൾ ചെലവാക്കുന്നത് നിർത്തി. You stopped purchasing things. You stopped buying shirts, pants, shoes. നിങ്ങൾ സാധനങ്ങൾ വാങ്ങിക്കുന്നത് നിർത്തി. ഷർട്ടും പാന്റും ഷൂസും അങ്ങനെ പല ഉപഭോഗ വസ്തുക്കളും വാങ്ങിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ അവസാനിപ്പിച്ചു. As you stopped purchasing things, India's factories stopped producing them. നിങ്ങൾ സാധനങ്ങൾ വാങ്ങിക്കുന്നത് നിർത്തിയോടുകൂടി ഭാരതത്തിലെ വ്യവസായശാലകൾ, തൊഴിൽശാലകൾ, ഉൽപ്പന്നങ്ങൾ ഉൽപാദനം നിർത്തി. And as those factories stopped producing things, they started firing workers. ആ ഫാക്ടറികൾ അവർ ഉൽപാദനം നിർത്തിയതോടുകൂടി അവർ അവരുടെ തൊഴിലാളികളെ പിരിച്ചുവിടാൻ ആരംഭിച്ചു. Unemployment rose. ഇങ്ങനെയാണ് നമ്മുടെ രാജ്യത്ത് നോട്ട് നിരോധനത്തിലൂടെ തൊഴിലില്ലായ്മ വളർന്നുകൊണ്ടിരിക്കുന്നത്. And the Indian economy ground to a halt. ഇന്ത്യൻ ഇക്കോണമി, ഇന്ത്യയുടെ സാമ്പത്തിക വ്യവസ്ഥ ഈ പ്രക്രിയകളിലൂടെ എല്ലാം ഒരു നിശ്ചലാവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. Brothers and sisters, Narendra Modi demonetized the Indian economy. We have to remonetize the Indian economy. നരേന്ദ്രമോദി നോട്ട് നിരോധനത്തിലൂടെ നിർജീവമാക്കിയ, പൈസയെല്ലാം എടുത്തു മാറ്റിയ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ പുനരുജ്ജീവിപ്പിക്കാൻ, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലേക്ക് വീണ്ടും ധനം കടത്തിവിട്ട് ഇന്ത്യൻ സാമ്പത്തിക വ്യവസ്ഥയെ പുനരുജ്ജീവിപ്പിക്കേണ്ടത് ഇന്ന് നമ്മുടെ ആവശ്യമാണ്. Frankly, there is no other choice but to remonetize the Indian economy. സത്യം പറഞ്ഞാൽ നമ്മുടെ മുൻപിൽ മറ്റു വേറൊരു വഴിയില്ല. നമ്മുടെ ഇന്ത്യൻ ഇക്കോണമിക്ക്, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് പുതുജീവൻ നൽകുക എന്നല്ലാതെ നമ്മുടെ മുൻപിൽ ഇന്ന് മറ്റൊരു വഴിയുമില്ല. There is no other way to fight the levels of unemployment that exist today. നമ്മുടെ രാജ്യത്ത് ഇന്ന് നിലനിൽക്കുന്ന തൊഴിലില്ലായ്മയെ നേരിടാൻ നമ്മുടെ മുൻപിൽ ഇതല്ലാതെ മറ്റൊരു വഴികളുമില്ല. So let me explain how it will play out. ഞാൻ നിങ്ങളോട് ഇതെങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഞാൻ നിങ്ങളോട് വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നു. The Congress party will come to power in 2019. കോൺഗ്രസ് പാർട്ടി 2019 അധികാരത്തിൽ വരുമ്പോൾ we will immediately inject 72,000 rupees a year into the 20% poorest families in this country. ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ ഉടൻ തന്നെ എല്ലാ വർഷവും 72,000 രൂപ ഈ രാജ്യത്തെ 20% ഏറ്റവും പാവപ്പെട്ട ആളുകളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കും. The moment those families, those people have money in their pocket, they will start to buy things. ഈ ആളുകളുടെ കയ്യിൽ എന്ന് ഈ പൈസ വരുന്നോ അന്ന് മുതൽ അവർ സാധനങ്ങൾ വാങ്ങിക്കാൻ ആരംഭിക്കും. Shirts, pants, soaps, toothbrushes, toothpaste. ഷർട്ടുകൾ, പാന്റുകൾ, സോപ്പ്, ടൂത്ത്ബ്രഷ്, ടൂത്ത്പേസ്റ്റ് അങ്ങനെയുള്ള ഉപഭോഗ വസ്തുക്കൾ ഈ ആളുകൾ അവരുടെ കയ്യിൽ പൈസ കിട്ടുന്നതോടുകൂടി വാങ്ങാൻ ആരംഭിക്കും. The moment they start to buy things, factories will start to produce things. അവർ സാധനങ്ങൾ വാങ്ങാൻ ആരംഭിക്കുന്നതോടുകൂടി നമ്മുടെ ഫാക്ടറികൾ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് ആരംഭിക്കും. The moment factories start to produce things, people will start getting jobs in those factories. ഫാക്ടറികൾ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതോടുകൂടി ജനങ്ങൾക്ക് അവിടെ തൊഴിലുണ്ടാവും. നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭ്യമാകും. So Nyaya Yojana is like putting fuel into the engine, into the Indian economic engine. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ന്യായ യോജന എന്ന് പറയുന്നത് ഇന്ത്യയുടെ സാമ്പത്തിക വ്യവസ്ഥ എന്ന യന്ത്രത്തിലേക്ക് ഇന്ധനം ഒഴിക്കുന്നത് പോലെയാണ് ന്യായ യോജന തകർന്നടിഞ്ഞു പോയ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ പുനരുജ്ജീവിപ്പിക്കാൻ പോകുന്നത്. And you will see the economic impact of the Nyaya Yojana within a couple of months. കുറച്ച് മാസങ്ങൾ കൊണ്ട്, ഏതാനും മാസങ്ങൾക്കുള്ളിൽ ന്യായ പദ്ധതി നമ്മുടെ രാജ്യത്തുണ്ടാക്കുന്ന സാമ്പത്തിക പ്രത്യാഘാതങ്ങളുടെ നിങ്ങൾ അതെന്താണെന്ന് 2 മാസങ്ങൾക്കുള്ളിൽ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. The vibrancy will come back. നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ സക്രിയതയും സജീവതയും ന്യായ പദ്ധതിയിലൂടെ വളരെ വേഗം തിരിച്ചു വരും. And millions of jobs will be created. ദശലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങളാണ് ന്യായ പദ്ധതി ആവിഷ്കരിക്കുന്നതിലൂടെ ഈ രാജ്യത്തുണ്ടാകാൻ പോകുന്നത്. But we don't want to stop there. പക്ഷേ ഞങ്ങൾ അവിടെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. We want to aggressively fight unemployment. വളരെ ശക്തമായിട്ട് ആക്രമണ ഉത്സുകതയോടുകൂടി ഈ രാജ്യത്തെ തൊഴിലില്ലായ്മയെ എതിരിടാൻ, അതിനെതിരെ പോരാടുവാൻ ഞങ്ങൾ അതിതീവ്രമായി ആഗ്രഹിക്കുന്നു. So there are 22 lakh government jobs that lie empty today. ഇന്ന് നമ്മുടെ രാജ്യത്ത് നികത്താതെ കിടക്കുന്ന 22 ലക്ഷം ഗവൺമെന്റ് ജോലികൾ, ഗവൺമെന്റ് തസ്തികകൾ ഇതുവരെ നമ്മുടെ രാജ്യത്ത് നിലവിലുണ്ട്. We will fill those within a year. ഒരു വർഷത്തിനുള്ളിൽ നമ്മുടെ ഗവൺമെന്റിൽ ഇന്ന് ഒഴിഞ്ഞു കിടക്കുന്ന 22 തസ്തികകളിലേക്ക് ഞങ്ങൾ ആളെ നിയമിക്കും എന്ന് നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു. 10 lakh jobs can be given to youngsters in India's panchayats. We will give those jobs to India's youngsters. ഇന്ത്യയുടെ പഞ്ചായത്തുകളിൽ 10 ലക്ഷം യുവജനങ്ങൾക്ക് ജോലി നൽകാൻ സാധിക്കും. ആ ജോലി ഇന്ത്യയിലെ ഗ്രാമങ്ങളിലെ ജനങ്ങൾക്ക്, യുവാക്കൾക്ക് നൽകുമെന്ന് ഞങ്ങൾ ഉറപ്പ് നൽകുന്നു. See, I will not come here
and lie to you and tell you that I will give you 2 crore jobs a year like Mr. Modi does. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, ഞാനിവിടെ മിസ്റ്റർ നരേന്ദ്രമോദി വന്ന് പറയുന്നത് പോലെ ഞാൻ നിങ്ങളോട് ഒരിക്കലും നുണ പറയില്ല. അതായത് ഞാൻ നിങ്ങൾക്ക് 2 കോടി തൊഴിലവസരങ്ങൾ നൽകാമെന്ന് മിസ്റ്റർ നരേന്ദ്രമോദി പറയുന്നത് പോലെ ഒരിക്കലും ഞാൻ നിങ്ങളോട് നുണ പറയില്ല. I will tell you the truth. ഞാൻ നിങ്ങളോട് പറയുന്നത് സത്യമാണ്. The truth is 15 lakh rupees cannot be put in your bank account. 3,60,000 can be. സത്യം ഇതാണ്, 15 ലക്ഷം രൂപ ഒരിക്കലും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിക്ഷേപിക്കാൻ ഒരു ഗവൺമെന്റിനെ കൊണ്ട് സാധിക്കില്ല. പക്ഷേ 3,60,000 രൂപ 5 വർഷങ്ങൾ കൊണ്ട് നിക്ഷേപിക്കാൻ ഒരു ഗവൺമെന്റിന് സാധിക്കും. അതാണ് ഞാൻ നിങ്ങളോട് പറയുന്ന സത്യം. The truth is we can remonetize the Indian economy and we can create lakhs of jobs. സത്യം ഇതാണ്, നമുക്ക് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ പുനരുജ്ജീവിപ്പിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങൾ രാജ്യത്ത് സൃഷ്ടിക്കാൻ സാധിക്കും. അതാണ് ഞാൻ നിങ്ങളോട് പറയുന്ന സത്യം. The truth is we can give you 22 lakh government jobs. സത്യം ഇതാണ്, ഞങ്ങൾ നിങ്ങൾക്ക് 22 ലക്ഷം ഗവൺമെന്റ് ജോലികൾ നൽകാൻ സാധിക്കും. അതും മറ്റൊരു സത്യമാണ്. 10 lakh jobs in the panchayats. 10 ലക്ഷം ജോലികൾ പഞ്ചായത്തിൽ നിങ്ങൾക്ക് നൽകാൻ സാധിക്കും. But we want to unleash India's youngsters, Kerala's youngsters. കേരളത്തിലെ ജനങ്ങളുടെ കഴിവുകൾ പുറത്തു കൊണ്ടുവരാൻ, അവരുടെ കഴിവുകൾ പുറത്തു കൊണ്ടുവരാൻ ഞങ്ങൾ അതിയായി ആഗ്രഹിക്കുന്നു. We want to free India's job creation army. നമ്മൾ കേരളത്തിന്റെ ഇന്ത്യയുടെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന സൈന്യമായ ഇന്ത്യയിലെ യുവാക്കളെ അവരെ സ്വതന്ത്രരായി വിടാൻ, അവരുടെ കഴിവുകൾ പുറത്തു കൊണ്ടുവരാൻ ഞങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. So we have come out with a brilliant idea. ഞങ്ങൾ അതിനുവേണ്ടി വളരെ മനോഹരമായ ബുദ്ധിപരമായ ഒരു ആശയവുമായി മുൻപോട്ട് വന്നിട്ടുണ്ട്. Actually that is wrong. I said we have come out with it. That's wrong. Actually entrepreneurs have told us that we should do this. ഞാൻ ആദ്യം പറഞ്ഞു ഞങ്ങൾ ഒരു ആശയവുമായി വന്നു, പക്ഷെ അത് തെറ്റാണ്. കാരണം ഈ രാജ്യത്തെ സംരംഭകർ ഞങ്ങളോട് പറഞ്ഞ ആശയമാണത്. So we listened to them. ഞങ്ങൾ അവരെ ശ്രദ്ധിച്ചു. And I think this is important for Kerala. ഞാൻ വിചാരിക്കുന്നു ഇത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രസക്തവും പ്രധാനവുമായ ഒരു വസ്തുതയാണ്. They said to us that whenever we want to start a new business, the first thing we have to do is go to government offices and seek permissions. യുവ സംരംഭകർ ഞങ്ങളോട് പറഞ്ഞ ഒരു കാര്യം, എന്തെങ്കിലും ഞങ്ങൾക്കൊരു വ്യവസായം പുതിയതായി തുടങ്ങാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു, അന്ന് ഞങ്ങൾക്ക് വളരെയധികം ഗവൺമെന്റ് ഓഫീസുകളിൽ പോയി ധാരാളം അനുമതിയും അനുവാദങ്ങളും എടുക്കേണ്ടി വരുന്നു. We want to start a little handloom business, we want to start a little coir business, we have to go and seek permission from every government department. ഞങ്ങൾക്കൊരു ചെറിയ കൈത്തറി വ്യവസായം തുടങ്ങാൻ ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ ചെറിയൊരു കയർ വ്യവസായം തുടരാൻ ആഗ്രഹമുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടി വരുന്നത്? ധാരാളം ഗവൺമെന്റ് ഓഫീസുകളിൽ പോയി അവരുടെ എല്ലാം അനുവാദവും അനുമതിയും ഞങ്ങൾക്ക് തേടേണ്ടി വരുന്നു. And every department we go to ask for money. അത് മാത്രമല്ല, ഞങ്ങൾ പോകുന്ന എല്ലാ ഡിപ്പാർട്ട്മെന്റും വകുപ്പും ഞങ്ങളോട് പൈസ ചോദിക്കുന്നു. By the time we are done going to 5 or 7 government departments, we have no money to build our business. ഞങ്ങൾ ഇങ്ങനെ 5-6 ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകളിൽ ബിസിനസ് തുടങ്ങാൻ വേണ്ടി, അനുമതിക്ക് വേണ്ടി കയറി ഇറങ്ങുമ്പോഴേക്കും ഞങ്ങളുടെ കയ്യിൽ ഒരു പുതിയ വ്യവസായം തുടങ്ങാനുള്ള പൈസ ഇല്ല. ഇതാണ് യുവ സംരംഭകർ ഞങ്ങളോട് പറഞ്ഞത്. And then they propose something brilliant. ഇത്രയും പറഞ്ഞിട്ട് അവർ വളരെ മനോഹരമായ, വളരെ ബുദ്ധിപരമായ ഒരു ആശയം പറഞ്ഞു. They said, why don't you allow us to start our business without any permissions, and then 3 years later when our business is strong, when we've employed a large number of people, then allow us to take permission. അവർ ഞങ്ങളോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് ഒരു പെർമിഷനും വാങ്ങിക്കാതെ, ഒരു അനുമതിയും തേടാതെ ഞങ്ങളുടെ വ്യവസായങ്ങൾ തുടങ്ങാൻ നിങ്ങൾ ഞങ്ങളെ അനുവദിക്കാത്തത്? ഞങ്ങൾ ഞങ്ങളുടെ വ്യവസായം തുടങ്ങി 3 വർഷങ്ങൾക്ക് ശേഷം ഞങ്ങളുടെ വ്യവസായം വിജയകരമായി പൂർത്തിയാക്കുകയാണെങ്കിൽ, മുൻപോട്ട് പോവുകയാണെങ്കിൽ ഞങ്ങൾ അതിനു വേണ്ട അനുമതി നേടിക്കൊള്ളാം. എന്തുകൊണ്ടാണ് നിങ്ങൾ അത് ചെയ്യാത്തത് എന്ന വളരെ പ്രസക്തമായ ചോദ്യമാണ് ഈ രാജ്യത്തെ യുവ സംരംഭകർ ഞങ്ങളുടെ മുന്നിൽ വെച്ചത്. So that is exactly what we are going to do. Any Indian youngster, any Keralite youngster who wants to start a business will not have to take any permission from any government department for 3 years. ഇതാണ് ഞങ്ങൾ കൃത്യമായി ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. കേരളത്തിലെ ഏതെങ്കിലും ഒരു യുവ വ്യക്തിക്ക്, ഏതെങ്കിലും ഒരു യുവാവിന്, യുവതിക്ക് ഒരു സംരംഭം തുടങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിൽ അവർക്ക് ആദ്യത്തെ 3 വർഷങ്ങളിലേക്ക് ഒരു ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെയും അനുവാദമോ അനുമതിയോ ഇല്ലാതെ ആ ബിസിനസ് സംരംഭം തുടരാനും 3 വർഷത്തേക്ക് മുൻപോട്ട് കൊണ്ടുപോകാനും സാധിക്കും. Start your business, get people working, help solve the unemployment problem, and 3 years later, once your business is ready, once you're making money, come and take whatever permission you need. നിങ്ങൾ ധൈര്യമായിട്ട് നിങ്ങളുടെ വ്യവസായം തുടങ്ങുക, ആളുകൾക്ക് തൊഴിൽ നൽകുക, വിജയകരമായി മുൻപോട്ട് പോവുക. 3 വർഷങ്ങൾ കഴിഞ്ഞ് ഈ രാജ്യത്തെ തൊഴിലില്ലായ്മയുടെ പ്രശ്നം പരിഹരിക്കാൻ നിങ്ങൾ സഹായിക്കുക. 3 വർഷം കഴിഞ്ഞ് നിങ്ങളുടെ വ്യവസായം വിജയകരമായി മുൻപോട്ട് പോകുന്നെങ്കിൽ മാത്രം നിങ്ങൾ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകളിൽ വന്ന് അനുമതി തേടുക. That is the wisdom of the Indian people.
ഇതാണ് ഇന്ത്യൻ ജനതയുടെ വിവേകം, ഇന്ത്യൻ ജനതയുടെ ബുദ്ധി. ഇതാണ് അവർ നൽകിയ ആശയം. We had a similar conversation with thousands and thousands of fishermen. ഇതുപോലെയുള്ള സമാനമായ സംഭാഷണങ്ങൾ ഈ രാജ്യത്തെ ആയിരക്കണക്കിന് മത്സ്യത്തൊഴിലാളികളുമായി ഞങ്ങൾ നടത്തുകയുണ്ടായി. Those same fishermen who saved thousands and thousands of lives when the floods came. അതേ മത്സ്യത്തൊഴിലാളികൾ കേരളത്തിലെ പ്രളയം വന്നപ്പോൾ ആയിരക്കണക്കിന് ജീവനുകളെ രക്ഷിച്ച ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികളെ പോലെയുള്ളവരോട് ഞങ്ങൾ വളരെയധികം സംഭാഷണം നടത്തി. Who sacrificed everything they had to protect other people. ആരാണ് അവർ? തങ്ങൾക്കുണ്ടായിരുന്ന എല്ലാം ത്യാഗം ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ സംരക്ഷിക്കാൻ വേണ്ടി ജീവൻ പോലും ബലികഴിക്കാൻ തയ്യാറായ നമ്മുടെ നാട്ടിലെ മത്സ്യത്തൊഴിലാളികൾ. We asked them, what would you like us to do? ഞങ്ങൾ അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? How can we honor what you have done? ഞങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ പ്രവൃത്തികളെ ആദരിക്കാൻ സാധിക്കുന്നത്? And they gave us a beautiful answer. അവർ വളരെ മനോഹരമായ ഒരു ഉത്തരം ഞങ്ങൾക്ക് നൽകി. We have unique problems. ഞങ്ങൾക്ക് വളരെ വ്യത്യസ്തമായ പ്രശ്നങ്ങളുണ്ട്. We need our own ministry in Delhi to understand our problems. ഞങ്ങൾക്ക് ഞങ്ങളുടെ വ്യത്യസ്തമായ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഞങ്ങളുടേതായ ഒരു മന്ത്രാലയം ഡൽഹിയിൽ വേണം. അതാണ് നമ്മളുടെ പ്രിയപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ ഞങ്ങളോട് ആവശ്യപ്പെട്ടത്. The voice of our brave fishermen is in our manifesto. ഈ രാജ്യത്തെ ശക്തരായ ധൈര്യമുള്ള നമ്മുടെ മത്സ്യത്തൊഴിലാളികളുടെ ശബ്ദം കോൺഗ്രസ് പാർട്ടി പുറത്തിറക്കിയ പ്രകടന പത്രികയിലുണ്ട്. And the moment we win the election in 2019, fishermen will have their own ministry in Delhi. 2019 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് ജയിക്കുന്ന അതേ സമയം ഈ നാട്ടിലെ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി അവരുടേതായ ഒരു പ്രത്യേക മന്ത്രാലയം ഡൽഹിയിൽ ഉണ്ടാകുമെന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു. Again, all we did was listen to the voice of the Indian people. ഇവിടെ എല്ലാം ഞങ്ങൾ ചെയ്തത് എന്താണ്? ഈ രാജ്യത്തെ ജനങ്ങളുടെ ശബ്ദം ശ്രവിക്കുക മാത്രമാണ് ഇതിലെല്ലാം ഞങ്ങൾ ചെയ്തത്. Farmers came to us and asked us a question. ഈ നാട്ടിലെ കർഷകർ ഞങ്ങളുടെ അടുത്തേക്ക് വന്ന് ഞങ്ങളോട് ഒരു ചോദ്യം ചോദിച്ചു. They said, how come Mr. Anil Ambani can take 45,000 crores from a bank, not pay it back and stay outside jail, and we take 20,000 rupees, and if we don't pay it back they put us in jail, the police arrives at our house. ഈ നാട്ടിലെ കർഷകർ ഞങ്ങളോട് വളരെ പ്രസക്തമായ ഒരു ചോദ്യം ചോദിച്ചു. ഈ നാട്ടിൽ അനിൽ അംബാനി ബാങ്കിൽ നിന്ന് 45,000 കോടി രൂപ കടമെടുത്ത് തിരിച്ചടയ്ക്കാതെ ജയിലിൽ പോകാതെ വളരെ സുഖമായിട്ട് ഈ രാജ്യത്ത് ജീവിക്കുന്നു. പക്ഷേ പാവങ്ങളായ ഞങ്ങൾ 20,000 രൂപ ബാങ്കിൽ നിന്ന് കടമെടുത്താൽ ഞങ്ങൾക്ക് സമയത്ത് അത് തിരിച്ചെടുക്കാൻ സാധിച്ചില്ലെങ്കിൽ പോലീസുകാർ ഞങ്ങളുടെ വീടിന് മുൻപിൽ വന്ന് ഞങ്ങളെ ജയിലിൽ അടയ്ക്കും. ഇത് എന്താണെന്നാണ് ഈ നാട്ടിലെ കർഷകർ ഞങ്ങളോട് ചോദിച്ചത്. They asked us why the unfairness, why അന്യായം, എന്തുകൊണ്ടാണ് ഈ അനീതി, എന്തുകൊണ്ടാണ് ഈ അന്യായം എന്നാണ് ഈ നാട്ടിലെ കർഷകർ ഞങ്ങളോട് ചോദിച്ചത്. Our answer to them, ഞങ്ങളുടെ ഉത്തരം അവരോടുള്ളത് എന്താണെന്ന് അറിയണ്ടേ? not a single farmer will be arrested for not paying a bank loan after the 2019 election. Finished. 2019 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടി അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഈ രാജ്യത്തെ ഒരു കർഷകന് പോലും ബാങ്ക് ലോൺ തിരിച്ചടയ്ക്കാത്തതിന്റെ പേരിൽ, കാർഷിക വായ്പ തിരിച്ചടയ്ക്കാത്തതിന്റെ പേരിൽ ജയിലിൽ പോകേണ്ടി വരികയില്ല എന്ന് ഞങ്ങൾ ഉറപ്പ് നൽകുന്നു. ഇതാണ് ഈ നാട്ടിലെ കർഷകരോടുള്ള ഞങ്ങളുടെ ഉത്തരം. All we are saying is there should not be two Indias. ഞങ്ങൾ പറയുന്നത് ഈ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ഇവിടെ ഒരിക്കലും രണ്ട് ഇന്ത്യകൾ ഉണ്ടാകാൻ പാടില്ല. One India for Mr. Anil Ambani, Mr. Mehul Choksi and these other people, and the other India for the millions of youngsters who are unemployed. ഒരു ഇന്ത്യ അനിൽ അംബാനിക്കും മെഹുൽ ചോസ്കിയും അതേപോലെയുള്ള ആളുകൾക്ക് വേണ്ടിയുള്ള ഒരു ഇന്ത്യ. അതുപോലെ തന്നെ മറ്റൊരു ഇന്ത്യ എന്ന് പറയുന്നത് ഈ രാജ്യത്തെ ദശലക്ഷക്കണക്കിന് തൊഴിലില്ലാത്ത യുവജനങ്ങൾക്ക് വേണ്ടിയുള്ള മറ്റൊരു ഇന്ത്യ. ഇങ്ങനെയുള്ള രണ്ട് ഇന്ത്യ നമുക്ക് വേണ്ട എന്നാണ് കോൺഗ്രസ് പറയുന്നത്. You can give him 35,000 crores. Why can't you give 35,000 crores to the youngsters as education loans in Kerala? അനിൽ അംബാനിക്ക് 30,000 കോടി രൂപ നൽകാൻ നരേന്ദ്രമോദിക്ക് സാധിക്കുമെങ്കിൽ എന്തുകൊണ്ട് കേരളത്തിലെ യുവജനങ്ങൾക്ക് വിദ്യാഭ്യാസ വായ്പയായി 30,000 കോടി രൂപ നൽകാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല? Why can't you give 35,000 crore rupees to the farmers of Kerala? കേരളത്തിലെ കർഷകർക്ക് എന്തുകൊണ്ട് 30,000 കോടി രൂപ നൽകാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല? Why can't you give 35,000 crores rupees to the fishermen of Kerala? കേരളത്തിലെ മത്സ്യത്തൊഴിലാളികൾക്ക് എന്തുകൊണ്ട് 30,000 കോടി രൂപ നൽകാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല? Be fair to everybody. എല്ലാവരോടും നിങ്ങൾ ഒരുപോലെ തുല്യരായിരിക്കൂ. എല്ലാവരോടും നിങ്ങൾ ന്യായം പ്രവർത്തിക്കൂ. That is what we are saying. ഞങ്ങൾ പറയുന്നത് അത് മാത്രമാണ്. Now I understand that the coal workers here and the handloom workers here are really struggling. എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഇവിടെ കൈത്തറി കയർ മേഖലകൾ പ്രവർത്തിക്കുന്നവർ ധാരാളം ബുദ്ധിമുട്ടുകൾ നേരിടുന്നു എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു.
We are going to change Gabbar Singh tax and give you a simple GST. One tax, minimum tax, simple tax. ഗബ്ബർ സിംഗ് ടാസ്കിനെ പുനരൂപകൽപ്പന ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വളരെ ലളിതമായ ഒരു GST നൽകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. The Nyaya Yojana and remonetization of the economy is going to help you. ന്യായ പദ്ധതിയും നമ്മുടെ സമ്പദ്ഘടനയിൽ വീണ്ടും പൈസ നൽകുന്നതിലൂടെ സമ്പദ്ഘടനയുടെ പുനരുജ്ജീവനവും നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കാൻ പോവുകയാണെന്ന് ഞാൻ ഉറപ്പു നൽകുന്നു. But we will also help you with technology and with building links to markets. അതുപോലെ തന്നെ ഇതിനോടൊപ്പം തന്നെ നിങ്ങളെ സാങ്കേതിക വിദ്യയിലൂടെയും അതുപോലെ തന്നെ വിപണികളോടുള്ള ബന്ധം സൃഷ്ടിക്കുന്നതിലൂടെയും നിങ്ങളെ ഞങ്ങൾ സഹായിക്കുന്നു എന്ന് ഞാൻ ഉറപ്പു നൽകുന്നു. We will help small and medium industry by giving them bank loans and supporting them. ചെറിയ ഇടത്തരം വ്യവസായങ്ങളെ അവർക്ക് കാർഷിക വായ്പയും ബാങ്ക് വായ്പയും നൽകുന്നതിലൂടെ അവരെ പിന്തുണയ്ക്കാനും സഹായിക്കാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. I want to say something about faith. എനിക്ക് വിശ്വാസത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് about different beliefs, about different religions. വ്യത്യസ്തങ്ങളായ മതങ്ങളെക്കുറിച്ചും വ്യത്യസ്തങ്ങളായ വിശ്വാസ ആചാര സംഹിതകളെക്കുറിച്ചും ഞാൻ നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. The Congress party believes in allowing people to practice their faith. കോൺഗ്രസ് പാർട്ടി വിശ്വസിക്കുന്നത് വ്യത്യസ്തങ്ങളായ ആചാരങ്ങളും വിശ്വാസങ്ങളും ഉള്ളവരെ അവരവരുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും മുൻപോട്ട് കൊണ്ടുപോകാൻ അവരെ അനുവദിക്കുക എന്ന തത്വസംഹിതയിലാണ് കോൺഗ്രസ് പാർട്ടി വിശ്വസിക്കുന്നത്. The Congress party believes that people should be allowed to practice what they believe in. കോൺഗ്രസ് പാർട്ടി വിശ്വസിക്കുന്നത് ഈ ഓരോ രാജ്യത്തെ ഓരോ വ്യക്തിയും അവർ വിശ്വസിക്കുന്നത് എന്താണോ അത് അവരുടെ ജീവിതത്തിൽ ആചരിക്കുവാനും പ്രാവർത്തികമാക്കാനും അവർ അനുവദിക്കപ്പെടണം എന്നതിലാണ് കോൺഗ്രസ് പാർട്ടി വിശ്വസിക്കുന്നത്. As long as it is being done peacefully, non-violently, the Congress party supports it. ഓരോ വ്യക്തിയും തന്റെ ആചാര അനുഷ്ഠാനങ്ങൾ സമാധാനത്തോടുകൂടിയും മറ്റുള്ളവരെ ആക്രമിക്കാതെയും അഹിംസാത്മകമായും ചെയ്യുന്നിടത്തോളം കാലം ഓരോ വ്യക്തിയുടെയും അവനവന്റെ വിശ്വാസങ്ങൾ പ്രകടിപ്പിക്കാനുള്ള അവകാശത്തെ കോൺഗ്രസ് പാർട്ടി എല്ലാ കാലവും ബഹുമാനിക്കുന്നു. That is our belief. അതാണ് ഞങ്ങളുടെ വിശ്വാസം. We believe all people in India should be allowed to practice what they believe in. ഞങ്ങൾ വിശ്വസിക്കുന്നത് ഈ രാജ്യത്തെ എല്ലാ ജനങ്ങളും അവർ വിശ്വസിക്കുന്നത് എന്താണോ അത് പ്രാവർത്തികമാക്കാനും ആചരിക്കാനും അവർക്ക് അനുവാദം ഉണ്ടായിരിക്കണം, അവരെ അനുവദിക്കണം എന്നാണ് കോൺഗ്രസ് വിശ്വസിക്കുന്നത്. I mentioned national security. I mentioned the Rafale contract. ഞാൻ ദേശീയ സുരക്ഷയെക്കുറിച്ചും റഫേൽ ഉടമ്പടിയെക്കുറിച്ചും നിങ്ങളോട് സംസാരിച്ചു. And I want to tell you something that made me sad. എന്നെ വിഷമിപ്പിച്ച കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. Some time back, the CRPF lost its jawans in Pulwama. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ CRPF ജവാന്മാരെ നമുക്ക് പുൽവാമയിൽ അനേകം ജീവനുകളെ ജവാന്മാരുടെ ജീവൻ നമുക്ക് നഷ്ടപ്പെട്ടു. These people gave their life for the country. ആ ജവാന്മാർ അവരുടെ ജീവൻ കൊടുത്തത് നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ്. And our army and our air force and our navy and our paramilitary, they will do anything for this country. നമ്മുടെ ആർമി ആകട്ടെ, നേവി ആകട്ടെ, നമ്മുടെ സൈന്യങ്ങളാകട്ടെ, അർദ്ധസൈനിക വിഭാഗങ്ങളാകട്ടെ, അവരെല്ലാവരും ഈ രാജ്യത്തിന് വേണ്ടി ഏത് നിമിഷവും എന്തും നൽകാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്നവരാണ്. They give their lives on a daily basis. ദൈനംദിനം ഓരോ ദിവസവും അവരവരുടെ ജീവൻ ഈ രാജ്യത്തിന് വേണ്ടി നൽകിക്കൊണ്ടിരിക്കുകയാണ്, പണയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. And when Pulwama happened, my immediate reaction was, I am not going to politicize this issue. പുൽവാമ ആക്രമണം നടന്നപ്പോൾ എൻ്റെ പെട്ടെന്നുള്ള പ്രതികരണം എങ്ങനെയായിരുന്നു? ഞാൻ ഒരിക്കലും ഈ സംഭവത്തെ രാഷ്ട്രീയവൽക്കരിക്കാൻ ആഗ്രഹിക്കുകയില്ല, ഞാൻ ഒരിക്കലും ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കുകയില്ല. This is not a political issue. ഇത് ഒരു രാഷ്ട്രീയ പ്രശ്നമല്ല. This is not an issue to be exploited for political gain. ഇത് രാഷ്ട്രീയപരമായ നേട്ടത്തിന് വേണ്ടി ചൂഷണം ചെയ്യപ്പെടേണ്ട ഒരു പ്രശ്നമല്ല എന്ന് ഞാൻ വ്യക്തമായി വിശ്വസിക്കുന്നു. I refuse to exploit our martyrs and our jawans politically. നമ്മുടെ രക്തസാക്ഷികളെയും നമ്മുടെ ജവാന്മാരെയും രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ചൂഷണം ചെയ്യാൻ ഞാൻ ശക്തമായി വിസമ്മതിച്ചു. But that is not how the Prime Minister thinks. പക്ഷേ അങ്ങനെയല്ല, ഞാൻ ചിന്തിച്ച പോലെയല്ല നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചിന്തിക്കുന്നത്. The Prime Minister exploits the valor of our jawans politically for his own good. നമ്മുടെ പ്രധാനമന്ത്രി നമ്മുടെ രാജ്യത്തെ ജവാന്മാരുടെ ധൈര്യം, അവരുടെ ത്യാഗം, ഇതിനെയൊക്കെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രം ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. And if the army and the air force carry out an action
the credit is fully theirs and nobody else's. നമ്മുടെ രാജ്യത്തെ ആർമിയും എയർഫോഴ്സും ഒരു ആക്രമണം നടത്തുകയാണെങ്കിൽ അതിന്റെ ക്രെഡിറ്റ്, അതിന്റെ മുഴുവൻ ക്രെഡിറ്റും പോകുന്നത് അവർക്ക് മാത്രമാണ്, മറ്റൊരാൾക്കുമല്ല. And it is shameful that the Prime Minister does not give them credit. ശരിക്കും പറഞ്ഞാൽ ഇത് ലജ്ജാകരമാണ്. നമ്മുടെ പ്രധാനമന്ത്രി നമ്മുടെ ആർമിയും നമ്മുടെ സൈന്യങ്ങളും ചെയ്യുന്ന സേവനങ്ങൾക്കുള്ള ക്രെഡിറ്റ് അവർക്ക് നൽകുന്നില്ല, അതിനുവേണ്ടി അവരെ ബഹുമാനിക്കുന്നില്ല എന്നുള്ളത് തീർത്തും ലജ്ജാകരമായ ഒരു വസ്തുതയാണ്. Because they are the people who give their blood. കാരണം അവരാണ് ഈ രാജ്യത്തിന് വേണ്ടി തങ്ങളുടെ രക്തം നൽകുന്ന മനുഷ്യർ എന്ന് പറയുന്നത് നമ്മുടെ ജവാന്മാരാണ്. It is their families that suffer. അവരുടെ കുടുംബങ്ങളാണ് ശരിക്കും ഈ രാജ്യത്ത് കഷ്ടപ്പെടുന്നത്, വിഷമിക്കുന്നത്. And they deserve the credit, nobody else. അവർക്കാണ് അവർ ചെയ്ത പ്രവൃത്തിയുടെ ഫലം അർഹിക്കുന്നത്, അവർ മാത്രമാണ്, മറ്റൊരാളുമല്ല. I'd like to say something about Mr. Shashi Tharoor. ഞാൻ മിസ്റ്റർ ശശി തരൂരിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. First of all, I was quite worried when Mr. Tharoor got hurt. അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു അപകടം പറ്റിയപ്പോൾ ഞാൻ ആദ്യമായിട്ട് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, എനിക്ക് വളരെയധികം വിഷമമുണ്ടായി, ഞാൻ വളരെയധികം വിഷമിച്ചു അദ്ദേഹത്തിന്റെ അപകടത്തെക്കുറിച്ച് അറിഞ്ഞപ്പോൾ. But I am happy to see that he is back in action pretty quickly. എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്, വളരെ വേഗം തന്നെ അദ്ദേഹം ഇവിടെ വന്നു പ്രവർത്തന നിരതനാകുന്നു എന്നറിഞ്ഞതിൽ, അദ്ദേഹത്തെ കാണുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. It tells you about his spirit. അത് അദ്ദേഹത്തിന്റെ മനഃശക്തിയെക്കുറിച്ച്, അദ്ദേഹത്തിന്റെ ആത്മവീര്യത്തെക്കുറിച്ചാണ് നിങ്ങളോട് പറയുന്നത്. And I would like to say as the Congress President that he has represented you extremely well in Parliament. കോൺഗ്രസ് പ്രസിഡന്റ് എന്ന രീതിയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഡോക്ടർ ശശി തരൂർ ഒരു MP എന്ന നിലയിൽ, പാർലമെന്റ് അംഗം എന്ന നിലയിൽ ഏറ്റവും മികച്ച രീതിയിലാണ് നിങ്ങളെ He raises your voice in Parliament, he debates in Parliament, and he fights for our ideology in Parliament. നിങ്ങളുടെ ശബ്ദം അദ്ദേഹം പാർലമെന്റിൽ പ്രതിനിധീകരിക്കുന്നു, നിങ്ങൾക്ക് വേണ്ടി അദ്ദേഹം പാർലമെന്റിൽ ചർച്ചകളിൽ പങ്കെടുക്കുന്നു, നമ്മുടെ പ്രത്യയശാസ്ത്രത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അദ്ദേഹം പാർലമെന്റിലെ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നു. And he is an asset to Kerala and to the Congress Party. കോൺഗ്രസ് പാർട്ടിക്കും കേരളത്തിനും അമൂല്യമായ ഒരു സമ്പത്താണ് ഡോക്ടർ ശശി തരൂർ. So you have to make sure that he wins the election. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ഉറപ്പാക്കണം ഡോക്ടർ ശശി തരൂർ ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കണം എന്നത് നിങ്ങൾ ഉറപ്പാക്കണം എന്ന് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു. And I would also like to mention Mr. Adur Prakash. ഞാൻ മിസ്റ്റർ അടൂർ പ്രകാശിനെ കുറിച്ചും നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. Come. Please support him and send him to Parliament as well. അദ്ദേഹത്തെയും പിന്തുണച്ച് അദ്ദേഹത്തെയും It is important that we win every single seat to defeat Mr. Narendra Modi and the BJP. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. കോൺഗ്രസും ഐക്യ ജനാധിപത്യ മുന്നണിയും ഓരോ സീറ്റും ഈ കേരളത്തിൽ നേടുക എന്നത് നരേന്ദ്രമോദിയെയും BJPയെയും പരാജയപ്പെടുത്താൻ വളരെ പ്രധാനപ്പെട്ടതാണെന്ന് നിങ്ങൾ ഓരോരുത്തരോടും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Thank you very much for coming here. Namaskar. Jai Hind. ഇവിടെ നിങ്ങൾ എല്ലാവരും എത്തിച്ചേർന്നതിന് വളരെയധികം നന്ദി. നമസ്കാരം. ജയ് ഹിന്ദ്. പ്രിയമുള്ളവരെ, ഈ മഹാസമ്മേളനത്തിന് ചുരുങ്ങിയ വാക്കുകൾ നന്ദി രേഖപ്പെടുത്താൻ ഐക്യജനാധിപത്യ മുന്നണിയുടെ തിരുവനന്തപുരം ജില്ലാ കൺവീനർ ശ്രീ ഭീമാപള്ളി റഷീദിനെ ക്ഷണിക്കുന്നു. Most respectable leader ശ്രീ രാഹുൽ ജി, ആർഷഭാരതത്തിന്റെ പ്രിയങ്കരനായ പ്രധാനമന്ത്രിയെ തെരഞ്ഞെടുക്കുവാൻ കേരളം അഭിമാനത്തോടുകൂടി മുന്നേറ്റം നടത്തുന്ന ഈ മഹത്തായ അവസരത്തിൽ തലസ്ഥാന നഗരിയിലെ മഹാസമ്മേളനത്തിൽ സന്നിഹിതരായിരിക്കുന്ന ബഹുമാന്യരായ